ഞാൻ ഡോക്ടർ രവിശങ്കർ, നെയർ മെഡിസിറ്റിയുടെ ഇൻഫെർട്ടിലിറ്റി വിഭാഗത്തിലെ കൺസൾട്ടൻ്റ് ആണ്. സോ ഇന്ന് ഇൻഫെർട്ടിലിറ്റി എന്താണെന്നും അതിനെപ്പറ്റി ഒരു ബേസിക് ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. സോ ഇൻഫെർട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കപ്പിൾ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു വർഷമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അത് നടക്കാതാവുമ്പോൾ, അതായത് അവർ കൺസീവ് ചെയ്തില്ലെങ്കിൽ, അപ്പോഴാണ് നമ്മൾ പറയുക അവർ ഇൻഫെർട്ടൈൽ ആണെന്നും അവർക്ക് ചെക്കപ്പോ കുറച്ച് ട്രീറ്റ്മെൻറ്റോ ആവശ്യമുണ്ടെന്നും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വർഷം അവർ ട്രൈ ചെയ്യുമ്പോൾ വൈഫിൻ്റെ പീരിയഡ്സ് റെഗുലർ ആയിരിക്കണം, അവർക്ക് ഈ ഫെർട്ടൈൽ പീരീഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ആൻഡ് ഇൻ്റർകോഴ്സ് നാച്ചുറലായിട്ട് നോർമലായിട്ട് നടക്കണം. സോ ഈ 3 പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിലേ ആ ഒരു വർഷം അവർ ട്രൈ ചെയ്തതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ. സപ്പോസ് വൈഫിൻ്റെ പീരീഡ് റെഗുലർ അല്ല, അല്ലെങ്കിൽ കപ്പിളിന് ഫെർട്ടൈൽ പീരീഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് നന്നായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിന് മുന്നേ തന്നെ നമ്മൾ ഡോക്ടറിനെ കാണേണ്ടതാണ്, കുറച്ച് ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടതാണ്. സോ ഇങ്ങനെ ഒരു വർഷം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക, അതായത് എന്തായിരിക്കും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റുകളും. ഫസ്റ്റ് ഓഫ് ഓൾ, വൈഫിന് ഒരു ബേസിക് അൾട്രാസൗണ്ട് സ്കാൻ കാണും. അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് യൂട്രസും ഓവറീസും, അതിൽ യൂട്രസിൽ വല്ല ഫൈബ്രോയിഡ് ഉണ്ടോ, അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ വേറെ വല്ല കുഴപ്പങ്ങളുണ്ടോ എന്ന് നോക്കും. ഓവറിയിൽ വല്ല സിസ്റ്റ് ഉണ്ടോ, അതോ ആവശ്യത്തിന് എഗ്സ് ഫോളിക്കിൾസ് ഉണ്ടോ, വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തും. പിന്നെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ ഒരു സീമൻ അനാലിസിസ് നടത്തും. അതിൽ ആവശ്യത്തിനുള്ള സ്പേം കൗണ്ട് ഉണ്ടോ, അതിന് മോട്ടിലിറ്റി ഉണ്ടോ, പിന്നെ ബാക്കി പാരാമീറ്റേഴ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അതുപോലെ വൈഫിന് കുറച്ച് ഹോർമോൺ ടെസ്റ്റുകൾ നടത്തും. ഇതെല്ലാം നോർമലായിട്ട് വരുവാണെങ്കിൽ നമ്മുടെ മോണിറ്ററിങ്ങിൻ്റെ അടിയിൽ അവരുടെ ഓവുലേഷൻ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും. അതായത് മെഡിസിനോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ആ ഫോളിക്കിൾസിനെ നമ്മൾ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് വളർത്തും. എന്നിട്ട് ഈ ഗ്രോത്ത് നമ്മൾ സ്കാൻ വെച്ച് മോണിറ്റർ ചെയ്തിട്ട് ആ എഗ്ഗ് മെച്യൂർ ആകുമ്പോൾ അതിനെ റപ്ചർ ചെയ്യാൻ ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ഈ സമയത്ത് അവരുടെ അടുത്ത് ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പറയും. സോ അങ്ങനെ ഒരു 2-3 മാസം ശ്രമിച്ചിട്ടും കൺസീവ് ആവുന്നില്ലെങ്കിലാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ 2-3 മാസം ശ്രമിക്കും, എന്നിട്ടും സക്സസ് ആയില്ലെങ്കിലാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അതായത് IUI എന്ന് പറയും, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. IUIയും ഇതുപോലെ ഒരു 3-4 മാസം ശ്രമിക്കും. എന്നിട്ട് അത് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ വൈഫിൻ്റെ ഫെലോപ്പിയൻ ട്യൂബ് ഓപ്പൺ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ഹിസ്ട്രോസാൽപിംഗോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റുകൾ നടത്തും. ഇതൊക്കെ കഴിഞ്ഞിട്ടും സക്സസ് ആയില്ലെങ്കിലാണ് അവസാനത്തെ സ്റ്റെപ്പാണ് IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശുവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. സോ മിക്ക കപ്പിൾസും നമ്മുടെ അടുത്ത് വരുമ്പം അവരുടെ ഒരു ധാരണയാണ്, നമ്മൾ ഇൻഫെർട്ടിലിറ്റി പോയാൽ ആദ്യമേ അവർ IVF ചെയ്ത് കളയും അങ്ങനെ. പക്ഷെ അതല്ല സത്യം. മിക്ക പേഷ്യൻസിനും IVFൻ്റെ ആവശ്യം വരാറില്ല. ഈ പറഞ്ഞ ചെറിയ, അതായത് ലോ ലെവൽ ട്രീറ്റ്മെൻറ്റ്, അതിൽ തന്നെ മിക്ക ആൾക്കാർക്കും സക്സസ് ഉണ്ടാവാറുണ്ട്. സോ വളരെ ചുരുക്കം, അതായത് മേ ബി 20-30% ഓഫ് കപ്പിൾസിനാണ് IVFൻ്റെ ആവശ്യം വരുന്നത്. സോ കോമൺലി നമ്മൾ കാണുന്നത്, പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പം അവരുടെ ഒരു ധാരണയാണ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ആദ്യമേ അവർ IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശുവിടെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതല്ല സത്യം. നമ്മൾ വരുന്ന പേഷ്യൻസിൽ മെജോറിറ്റി ഓഫ് ദെം ഡു നോട്ട് നീഡ് IVF. അവർ ഈ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സിൽ മിക്കവരും കൺസീവ് ആവും. അപ്പോൾ ഒരു 20-30% ആൾക്കാർക്ക് മാത്രമേ IVFൻ്റെ ആവശ്യം വരാറുള്ളൂ. ഈ IUI അല്ലെങ്കിൽ നാച്ചുറൽ സൈക്കിൾസിന് അധികം ചിലവും ഇല്ല, അധികം സൈഡ് എഫക്ട്സോ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മിക്ക ആൾക്കാരിലും അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ഒരു വർഷമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത്. സോ ഇൻഫെർട്ടിലിറ്റിയുടെ പല കാരണങ്ങളുണ്ട്. ഒരു ഫീമെയിൽ ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ യൂട്രസിൽ ഉണ്ടാകാൻ പറ്റുന്ന ഫൈബ്രോയിഡ് അല്ലെങ്കിൽ അഡിനോമയോസിസ്, പിന്നെ ഓവറിൽ ഉണ്ടാകാൻ പറ്റുന്ന എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, പിന്നെ ട്യൂബിൽ ഉണ്ടാകാൻ പറ്റുന്ന പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ട്യൂബ് ബ്ലോക്ക് ആവുകയാണെങ്കിൽ, ഇതെല്ലാം ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യുന്ന കാരണങ്ങളാണ്. മെയിൽ സൈഡ് നോക്കുവാണെങ്കിൽ ലോ സ്പേം കൗണ്ട് അല്ലെങ്കിൽ ലോ മോട്ടിലിറ്റി, പിന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, ഇതൊക്കെയാണ് സാധാരണ മെയിൽസിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഫെർട്ടിലിറ്റിയുടെ കോൺട്രിബ്യൂട്ടിംഗ് കോസസ് നോക്കുവാണെങ്കിൽ മെയിൽ ഫാക്ടർ ആൻഡ് ഫീമെയിൽ ഫാക്ടർ രണ്ടും ഈക്വലി ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു 20-30 വർഷം മുമ്പേ ഫീമെയിൽ ഫാക്ടേഴ്സ് ആയിരുന്നു മെജോറിറ്റി ഓഫ് ദ കേസസിൻ്റെ ഉത്തരവാദി. ബട്ട് ഇപ്പോൾ മെയിൽ പ്രശ്നങ്ങളും അത് കൂടുന്നുണ്ട്, ആൻഡ് രണ്ടും ഇപ്പം ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കൾച്ചറിൽ പൊതുവേ ഉള്ള ഒരു ധാരണ, കപ്പിളിന് കൺസീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യൂഷ്വലി സ്ത്രീയുടെ പ്രശ്നമായിരിക്കും, അവർ മാത്രം ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ മതി ചെക്കപ്പിന് വേണ്ടി എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ അതല്ല സത്യം. കപ്പിൾ രണ്ടുപേരും വരുമ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവുക. വൈഫ് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അൺഫെയറുമാണ്, ആൻഡ് ഇറ്റ് ഡസൻ ഗിവ് ഗുഡ് റിസൾട്ട്സ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഫീമെയിൽസിൽ വരുന്ന PCOD അല്ലെങ്കിൽ മെയിൽസിൽ വരുന്ന ലോ സ്പേം കൗണ്ട്, മോട്ടിലിറ്റി ആൻഡ് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, ഇതൊക്കെ ഇപ്പം
കൂടുതൽ കാണുന്നതിൻ്റെ മെയിൻ കോസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് ആണ്. നമ്മുടെ ഡയറ്റും നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, നമ്മുടെ ഇപ്പോഴത്തെ ജോലികൾ എല്ലാം നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ഇറ്റ്സ് നോട്ട് എ പോസിറ്റീവ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ടു ആർ ഫിസിക്കൽ ഹെൽത്ത്. ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ, അതായത് നമ്മുടെ ബോഡീനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് ഈ ലോ മോട്ടിലിറ്റിയും ലോ കൗണ്ടും ഫീമെയിൽസിൽ കാണുന്ന PCOD ഒക്കെ. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ വലിയൊരു ഭാഗമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഫുഡ് ഐറ്റംസ്, കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ്, പിന്നെ നമ്മുടെ ജോലി സപ്പോസ് സെഡൻറ്ററി ആണ്, നമ്മുടെ IT പ്രൊഫഷണൽ അങ്ങനത്തെ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഫിസിക്കലി മൂവ് ചെയ്യുക, നമ്മുടെ ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ജിമ്മിൽ പോയി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ എവിടെയൊക്കെ നമുക്ക് ഫിസിക്കലി മൂവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റോപ്പ് മുന്നേ ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റോപ്പ് വരെ നടക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്നും ലിഫ്റ്റിലാണ് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോറിൽ പോകുന്നതെങ്കിൽ സ്റ്റെപ്സിൽ കൂടെ പോയി നോക്കുക. സോ ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫ് റുട്ടീനിൽ എവിടെയൊക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ദേഹം ഒന്ന് അനക്കണം. നമ്മുടെ ഹൈഡ്രേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എപ്പോഴും ഇൻടേക്ക് ഉണ്ടാവണം. പിന്നെ നമ്മുടെ ഡയറ്റിൽ കൂടുതലും വെജിറ്റേറിയൻ ഫുഡിന് അതിൻ്റെ റേഷ്യോ, അതായത് ഇപ്പോൾ നമ്മൾ ഒരാഴ്ച 4 ദിവസം നോൺ വെജ് കഴിക്കുമെങ്കിൽ അതിനെ കുറച്ചിട്ട് 2-3 ദിവസം നോൺ വെജ് ആക്കി ബാക്കി ദിവസങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് ആക്കുക. സോ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ കുറച്ച് കൂട്ടാൻ നോക്കുക. സോ ഇൻഫെർട്ടൈലായിട്ടുള്ള കപ്പിൾസിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് പുറമെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ വീട്ടിലൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു വർഷമായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങളും ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെയ്തിട്ടും കൺസീവ് ആയില്ലെങ്കിൽ ഉടനെ ഒരു എക്സ്പേർട്ടിനെ കാണുക, അവരുടെ അഡ്വൈസും അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് നമ്മുടെ ഏജ് ഓൾറെഡി 35ൻ്റെ മേളിലായി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പീരിയഡ്സ് റെഗുലർ അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ 1 വർഷം വരെ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ഒരു എക്സ്പേർട്ടിനെ കണ്ട് അവരുടെ ഒപ്പീനിയനും അവരുടെ ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുക. ഈ രോഗത്തെക്കുറിച്ചും രോഗചികിത്സയെക്കുറിച്ചും ആധികാരികമായിട്ടുള്ള അറിവ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.